ഹായ് ഗായ്സ്, വെൽക്കം ടു വൈബ് ഡെസ്റ്റിനേഷൻ. ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയോ? 10th സ്റ്റേ ആണ്, പക്ഷേ ഇത് എവിടെയാ? വല്ല ഐഡിയ ഉണ്ടോ? വ്യൂ കാണാം. ആ മലകൾക്ക് അപ്പുറമാണ് മീശപ്പുലിമല. ഇപ്പോൾ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ എന്തൊക്കെയോ സീനാണ്, കടത്തി വിടുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങനെ എന്തൊക്കെയാണ് സീൻ എന്താണെന്ന് അറിയില്ല, അവിടേക്ക് കടത്തി വിടുന്നില്ല. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയതാണ്. ഇവിടേക്ക് നമ്മൾ എത്തിയ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ നിന്ന് രാവിലെ 9 മണിക്കായിരുന്നു ഡയറക്റ്റ് ബസ്, അത് മിസ്സാക്കി. അത് കഴിഞ്ഞിട്ടൊരു 10:30 പോസ്റ്റ് അടിച്ചു, കട്ട പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി. മൂവാറ്റുപുഴയിൽ നിന്ന് ഡയറക്റ്റ് മൂന്നാറിലേക്ക് എത്തുകയും ചെയ്തു. അവിടുന്ന് ഞങ്ങൾ കുറേ ജീപ്പിലത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ചേട്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് വില പേശി. പിന്നെ നമ്മൾ ഇവിടെ ഒരു ക്യാമ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. ഈ ക്യാമ്പിൻ്റെ പേര് camber.com. ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തു, കുറേ ക്യാമ്പും കാര്യങ്ങളും ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു വ്യൂ അതൊക്കെ വേറെ എവിടെയും കിട്ടില്ലെന്നൊരു തോന്നൽ. അതായിരിക്കും മിക്കവാറും ഇവിടെ എത്തിയത്. ഈ ഒരു പച്ചപ്പും ഈ ഒരു ചുറ്റും ടീ എസ്റ്റേറ്റ് നിങ്ങൾ കണ്ടല്ലോ. അവരോടെ ആ വെട്ടുന്ന ആൾ അതിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഓണറാണ്, പ്രോപ്പർട്ടിയുടെ. അപ്പോൾ ആ ഒരു വർക്കിംഗ് മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മളിവിടെ ഇന്നലെ രാത്രി എത്തിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഇരുട്ടായിരുന്നു. ഈ ഒരു സൈറ്റോ ഈ ഒരു വ്യൂവോ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ അത് പറ്റിച്ചതായിരിക്കുമോ, വീഡിയോ വെറും ഷോകാരി, ആ ഒരു ഫോട്ടോസ് വെറും ഷോകായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലല്ല, ഇവിടെ രാവിലെ ആയപ്പോഴാണ് ഈ ഒരു വ്യൂ ഇവിടെ എന്താണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പ് സൈറ്റാണിത്. ഇവിടെയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് campers.com. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സൂര്യനെല്ലി എന്നുള്ള സ്പോട്ടിൽ നിന്ന് കപ്പിത്താൻ ബംഗ്ലാവിൻ്റെ ആ ഒരു ബംഗ്ലാവിൽ നിന്ന് ലൈക്ക് ആ ഒരു ബംഗ്ലാവ് കഴിഞ്ഞിട്ട് വരുന്നൊരു താഴ്വരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു വ്യൂ ഈ ഒരു സ്ഥലമുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയാണ് ഞാൻ ഓൺലൈനിൽ കണ്ടത്. പക്ഷേ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഒരു 200 രൂപ കുറവുണ്ട്. പിന്നെ ഒരു 6 പേരുണ്ട്, ഞങ്ങളൊരു 6 പേരുണ്ട്, കസിൻസാണ് ഫുൾ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകാറുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 1300 രൂപയ്ക്ക് പറഞ്ഞപ്പോൾ ഓക്കെ സെറ്റ്. പിന്നെ രാവിലെ പുലർച്ചെ നമുക്ക് ടീ, വെൽക്കം ഡ്രിങ്ക് അങ്ങനെ എന്തൊക്കെ ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ചായ കുടിച്ചിട്ട് നേരെ കുളുക്കുമലയിൽ പോവുക ചെയ്തു. എന്നാണ് കുക്കിംഗ് പ്ലേസ് ഇവരുടെ മെയിൻ സ്ഥലം. നമ്മുടെ ആ ഒരു അവിടെ എത്തി ശരിക്കും കിളി പോയി. അമ്മാതിരി വ്യൂ, ഒരു രക്ഷയില്ല. എല്ലാവരും കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്നായാലും കുറേ പേര് വരുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, അമ്മാതിരി നൈസ് വ്യൂ ആയിരുന്നു.
രാവിലെ ഒരു 5 മണിക്ക് ജീപ്പ് വന്നു. ജീപ്പിൽ കയറി ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. ഒരു 6 മണി 6:15 ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ കുളുക്കുമലയുടെ എൻട്രൻസിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ നടക്കുമായിരുന്നു. നടന്ന് കറക്റ്റ് ഇതിൻ്റെ ഈ നിങ്ങൾ കാണുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു 6:15 ആ ഒരു ടൈം വരെ. ഇപ്പോഴാണ് ഈ സൂര്യൻ അതിൻ്റെ എൻട്രി ഇതുപോലെ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ശരിക്കും. നിങ്ങൾ ഇവിടെ വന്നിട്ട് അത് സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ടൈം എടുത്ത് ഇത് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇതിൽ റൈറ്റ് സൈഡ് തമിഴ്നാടും ലെഫ്റ്റ് സൈഡ് കേരളമാണ് ഉള്ളത്. ഇതിപ്പോൾ വരുന്നത് തമിഴ്നാട് ജില്ലയിലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. തേനി ജില്ലയിൽ സമുദ്രനിരപ്പിനായിട്ട് ഒരു 8000 അടി ഹൈറ്റിലാണ് ഈ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമേ ഇവിടേക്ക് റോഡ് മാർഗം നമുക്ക് എത്താൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള എൻട്രി, അതായത് അങ്ങോട്ടുള്ള വഴികളൊക്കെ ക്ലോസ്ഡാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമേ ഇപ്പോൾ കടത്തി വിടുന്നുള്ളൂ. അതും ഓഫ് റോഡാണ്. അത് 1 മണിക്കൂർ നേരത്തെ ഭയങ്കര ജീപ്പിൽ മാത്രം നമുക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ബൈക്കിലൊക്കെ വരാം. അത്രയും അഡ്വഞ്ചറൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വരാവുന്നതാണ്. പിന്നെ ഈ ജീപ്പിലാണെങ്കിൽ 2000 രൂപ 1500 രൂപ അങ്ങനെ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇത് ഈ ക്യാമ്പിൻ്റെ ഓണറുടെ വീടും ഇത് ക്യാമ്പിലെ ഓണറിൻ്റെ നായാണ്. എന്ത് സ്നേഹമാണെന്നറിയോ. അയ്യോ, ഞാൻ ചുമ്മാ വന്ന് ഇങ്ങനെ കൈയൊക്കെ കാണിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഈ ചേട്ടനാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ചുമ്മാ ക്യാമ്പിലൊക്കെ ഇരിക്കുന്നതിനടുത്ത് ആളാണ് പറഞ്ഞത് ഇവിടെ അടുത്ത് ഒരു കുരിശുമല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചുമ്മാ ഒരു ചെറിയൊരു ഹൈറ്റിലെ സംഭവമാണ്. ചുമ്മാ നിങ്ങൾ പോയോ നോക്ക്. എങ്ങനെ നമ്മളോട് ഇപ്പോൾ സംസാരിച്ച ചേട്ടൻ, ആ ചേട്ടൻ്റെ പേര് റോബർട്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കുരിശുമല, ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരു മലയുണ്ട്. അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമ്പിങ് നടത്തുന്നുണ്ടല്ലോ, ആ സ്ഥലം, ആ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം 2 കൊല്ലത്തേക്ക് പാട്ടത്തിന് കൊടുത്തേക്കുക ഇവർക്ക്, അതായത് campers.com ആണ് കുരിശുമല. എന്താ പറയുക, ഇവിടെയൊക്കെ ആകെ തീയിട്ട് നശിച്ച പോലെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു വ്യൂ ആണ്. കുരിശുമലയിലെ കാഴ്ചയോട് കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ, എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ കാണാം. അജു മൂത്രയ്ക്കണം. രാജാവ് ഇറങ്ങിട്ടോ.